മാളയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ നൽകിയ പരാതിയിലാണ് കേസ്. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷയെന്ന വലിയ ലക്ഷ്യം ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി. മലക്കപ്പാറയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിലെ ബേബിയുടെയും രാധികയുടെയും മകൻ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ നൽകിയ പരാതിയിലാണ് കേസ്. ഭൂമി കച്ചവടത്തിൽ 20 ലക്ഷം രൂപ തട്ടിച്ചുവെന്നാണ് പരാതി. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ നൽകിയ പരാതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ 20 ലക്ഷം രൂപ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. 2025 ഏപ്രിൽ 7-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കുരുവിലശ്ശേരി സ്വദേശിയായ എ അഷ്റഫ് തന്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലവും കെട്ടിടവും വിൽക്കാൻ ഇടനിലക്കാരനായ ജലീൽ വഴി ഡോക്ടർ ആശയെ സമീപിക്കുകയായിരുന്നു. ഇടപാടിന്റെ ഭാഗമായി ഡോക്ടർ ആശ 25 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. പിന്നീട് ഭൂമിയിലും കെട്ടിടത്തിലും മാള കാർഷിക ബാങ്ക്, മാള സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലായി കടബാധ്യതയുണ്ടെന്നും ജപ്തിയിലായിട്ടുള്ളതാണെന്നുമുള്ള വിവരം ഡോക്ടർ ആശ മനസ്സിലാക്കുകയും ഇടപാടിന്റെ ഭാഗമായി നൽകിയ 25 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഡോക്ടർക്ക് തിരികെ ലഭിച്ചത്. ബാക്കിയുള്ള 20 ലക്ഷം രൂപ അഷ്റഫിന്റെ മകളുടെ വിവാഹത്തിനായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി ചെലവാക്കിയതായി പ്രതികൾ അറിയിച്ചതായും ഡോക്ടർ പരാതിയിൽ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് ഡോക്ടർ ആശ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. DCC ജനറൽ സെക്രട്ടറി എ അഷ്റഫ്, അദ്ദേഹത്തിന്റെ മകൾ, ഇടനിലക്കാരനായ ജലീൽ എന്നിവർക്കെതിരെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. എന്നാൽ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയാണെന്ന് എ അഷ്റഫ് പറഞ്ഞു. ഇല്ലാത്ത കരാറിന്റെ പേരിൽ ഡോക്ടർ നൽകിയ പരാതിയിൽ മാള പോലീസിന്റെ അമിത താൽപര്യമുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അഷ്റഫ് മീഡിയ ടൈമിനോട് പറഞ്ഞു. നിലവിലില്ലാത്ത കരാറിന്റെ പേരിലാണ് മാള പോലീസ് എൻ്റെ പേരിൽ കേസെടുത്തേക്കുന്നത്. കരാറിൽ ഞാൻ വഞ്ചിച്ചു, ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരാറ് പ്രകാരം ഞാൻ ചതിച്ചു, വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെ ജൂലൈ 31-ാം തീയതി എൻ്റെ പേരിൽ പോലീസ് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നിലവിൽ കരാറില്ലല്ലോ. ഇല്ലാത്ത കരാറിൻ്റെ പേരിൽ മാള പോലീസ് ഞാൻ ചതിച്ചെന്ന് എങ്ങനെ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ കരാറില്ലല്ലോ. പിന്നെ ആകെ അതിൽ എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ജൂലൈ 30-ന് അകത്ത് ഈ പറയുന്ന കരാറിൻ്റെ പുറത്തെഴുതി 20 ലക്ഷം രൂപ കൊടുത്തില്ല എന്നുള്ളതാണ്. ആ 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ സാവകാശം ചോദിച്ചിട്ട് ഡോക്ടർ സമ്മതിച്ചിട്ടില്ല. ആ 20 ലക്ഷം രൂപ അഥവാ ഞാൻ കൊടുത്തില്ലെങ്കിൽ തന്നെ അത് പണം സംബന്ധമായ ഇടപാടല്ലേ, അതിലെന്താ പോലീസിന് കാര്യം? മീഡിയ ടൈം, മാള. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 23.45 കോടിയുടെ 8 പദ്ധതികൾ ഉദ്ഘാടനവും 3 പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പാക്കുകയാണെന്നും എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷയെന്ന വലിയ ലക്ഷ്യം ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏതാണ്ട് 680-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ സാധ്യമാക്കുന്നതിന് നമുക്ക് കഴിയും. ഇപ്പൊ കോടിയൊന്നും ഒരു വിലയില്ലാതെ നമുക്ക് പറയുമ്പോൾ തോന്നും. ചില ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ഈ പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത്, കിഫ്ബി നടപ്പിലാക്കുന്നതിന് മുൻപ് 9 വർഷം മുൻപ് ഗവൺമെന്റ് 2016 അധികാരത്തിലെത്തുമ്പോഴാണ് ഒരു 25 വർഷത്തിനപ്പുറത്തെ കേരളം എങ്ങനെയായിരിക്കണം
ഒരു പ്ലാൻ ഫണ്ടിലൂടെ ഇപ്പോൾ ഡയറക്ടേഴ്സ് 2 പേര് നമ്മുടെ ഇവിടെയുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടറും ഉണ്ട്, DHS ഡോക്ടർ റീന ഡോക്ടറും ഉണ്ട്. അപ്പോൾ ഒരു ഡയറക്ടറേറ്റ്, ഒരു വകുപ്പ് ഒരു വർഷം പ്ലാൻ ഫണ്ടിലൂടെ വിവിധ പദ്ധതികൾക്ക് അനുവദിക്കപ്പെടുന്ന തുക പരിമിതമായി. ഒരു മെഡിക്കൽ കോളേജിന് ഒരു വർഷം പ്ലാൻ ഫണ്ടിലൂടെ പരമാവധി നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് എത്രയാണ്? 20, 25, 35 ലക്ഷം രൂപയൊക്കെ പരമാവധി. 35 ലക്ഷം രൂപ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 8 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. 128 സ്ലൈസ് CT, ലോക്കൽ OP, HDS ലാബ്, മാലിന്യ നിർമ്മാർജ്ജന ഏരിയ, മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ആശുപത്രിയിൽ പുതിയ സബ്സ്റ്റോർ നിർമ്മാണം, ട്രസ്റ്റ് റൂഫിംഗ് നിർമ്മാണം, OT വാഷ് ഏരിയയുടെ നവീകരണം, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടുന്നു. 16.56 കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച 3 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. ഡേ കെയർ, കീമോതെറാപ്പി സെന്റർ 3ാം ഘട്ടം, തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി കം ഓഡിറ്റോറിയം നിർമ്മാണം 2ാം ഘട്ടം എന്നിവയാണ് നിർമ്മാണം ആരംഭിച്ച പദ്ധതികൾ. തൃശൂർ മെഡിക്കൽ കോളേജ് അലുമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ PN സുരേന്ദ്രൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ശങ്കുണ്ണി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ KK ശൈലജ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM ഷമീന, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ റീന A തങ്കരാജ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB സനൽകുമാർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M രാധിക, ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മലക്കപ്പാറയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിലെ ബേബിയുടെയും രാധികയുടെയും മകൻ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:15 പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കുടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന അതിരപ്പള്ളി വീരാൻകുടി ഉന്നതിയിൽ താമസിക്കുന്ന ബേബിയുടെയും രാധികയുടെയും മകൻ 4 വയസ്സുള്ള രാഹുലിനെ പുലി തലയിൽ കടിച്ചു പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് പുലി കുട്ടിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഉടൻ തന്നെ വീട്ടുകാർ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ്, സബ് ഇൻസ്പെക്ടർ താജുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർ അഖിൽ, ഡ്രൈവർ CPO ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ മലക്കപ്പാറയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്ത് K കരുണാകരൻ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനം നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപനം നിർവഹിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ 5417 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം തുടങ്ങി. ഒരു മുഖ്യധാര മാധ്യമവും പറഞ്ഞില്ല. കാരണം നല്ല പ്രവർത്തനങ്ങൾ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ, ഭൂരിപക്ഷ മുഖ്യധാര മാധ്യമങ്ങളും പറയുന്നതല്ലായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങളുടെ സേവനമാണല്ലോ. ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. നമുക്ക് BP ഉള്ള രക്താതിസമ്മർദ്ദമുള്ളവർക്ക്, സ്ത്രീകൾ, ഇവിടെ നിന്ന് സ്ത്രീകളാണല്ലോ കൂടുതൽ. നമുക്ക് വെൽനസ് ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. അവിടെ ജനകീയാരോഗ്യ കേന്ദ്രത്തിലുള്ളവരുണ്ടായിരിക്കും. അവിടെ ചൊവ്വാഴ്ചയാണ് നമ്മുടെ വെൽനസ് ക്ലിനിക്ക്. എന്തിനാണ് വെൽനസ്? നമുക്ക് BP പരിശോധിക്കാം, പ്രമേഹം പരിശോധിക്കാം, ഇനി രക്തം എടുത്ത് വിളർച്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അവിടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ അതിനുള്ള മരുന്നുകൾ നമുക്ക് ലഭിക്കും. പിന്നെ സ്ഥലമൊക്കെ ഉള്ളിടത്താണെങ്കിൽ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, ജിം, ഓപ്പൺ ജിം, അതുപോലെ യോഗ ചെയ്യുന്നതിനുള്ള സ്ഥലം സൗകര്യങ്ങളുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ മാളയിൽ നമുക്ക് പല പദ്ധതികളിലൂടെ സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ MLA ഫണ്ട് ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 2023-24 കാലഘട്ടത്തിൽ 41 ലക്ഷം രൂപ MLA ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ കേരളത്തിലൂടെയും അതുപോലെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റും ഒക്കെ തന്നെ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കുളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച പേടുങ്കാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു,
ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു ഷാജു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, സന്ധ്യ നൈസൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചതിനെ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തി. DCC നിർവാഹക സമിതി അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. IUML മണ്ഡലം സെക്രട്ടറി PI നിസാർ, ആന്റണി പയ്യപ്പള്ളി, TS ഷാജി, ജിജോ അരിക്കാടൻ, CK യുദി മാസ്റ്റർ, സുഭാഷ് പനങ്ങാടൻ, VS അരുൺ രാജ്, PC ബാബു, KP പ്രജീഷ്, ഷൈജു അമ്പാട്ട് എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കൊമ്പടിഞ്ഞാമക്കൽ സെന്റ് മേരീസ് ഇടവക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഫാദർ ജോസ് പാലാട്ടി, സിസ്റ്റർ പുഷ്പം, ആന്റണി PK, വിൽസൺ PD, ജോബി വർഗീസ്, PU വിൽസൺ, PP പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കാര ഇടവക പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ വിനു പീറ്റർ പടമാട്ടുമ്മൽ, സിസ്റ്റർ ജിജി എന്നിവർ സംസാരിച്ചു. മൗണ്ട് കാർമൽ ചർച്ചിൽ നിന്നും കാര ജംഗ്ഷനിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് കൈക്കാരന്മാരായ സാജു ഇളംതുരുത്തി, ജോണി ആശാരിപ്പറമ്പിൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ബിജു വാഴക്കൂട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ച കന്യാസ്ത്രീമാരെ ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും ധർണയും നടത്തി. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോക്കി റോബിൻ കളത്തിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ നിരഞ്ജന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. രൂപത പ്രസിഡന്റ് റാണി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷൈബി ജോസഫ്, വിവിധ ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികളായ ഷൈനി തോമസ്, ബിനു വിവിയാൻ, മേരി ജാൻസി, ജോസ്മി ടൈറ്റസ്, ഡേസി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇടവകകളിൽ നിന്ന് ആയിരങ്ങൾ ഒപ്പിട്ട കത്ത് രാഷ്ട്രപതിക്ക് പോസ്റ്റ് ചെയ്തു. പ്രതിഷേധ റാലിയിൽ 200ഓളം വനിതകൾ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CPM ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ പ്രതിഷേധ സംഗമം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. TP ജോണി, PV ഷാജൻ, KI അജിതൻ, AM ഗോപി, PS സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ ശിവദാസൻ, പ്രിൻസി ഫ്രാൻസിസ്, MS സുനിത എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ കോൺഫറൻസ് ഹാളിന്റെയും നവീകരിച്ച ഓഫീസിന്റെയും ഉദ്ഘാടനം ഓഗസ്റ്റ് 2 ശനിയാഴ്ച നടക്കും. രാവിലെ 11:30 വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയാകും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസും കോൺഫറൻസ് ഹാളിൻ്റെയും ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് 2 ശനിയാഴ്ച രാവിലെ 11:30 ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന വാണിജ്യ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കുകയും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം MLA ശ്രീ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിക്കുകയും ചെയ്യാം. ഈ അവസരത്തിൽ നമ്മൾ വികസന രേഖാ പ്രകാശനവും തരിശുരഹിത പഞ്ചായത്ത് എന്ന രീതിയിലേക്കുള്ള തൈ വിതരണവും ഈ വേദിയിൽ നമ്മൾ നടത്തപ്പെടുകയാണ്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലത്തുപടി 65 വയസ്സുള്ള ഹമീദാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക നിഗമനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡല MLAയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് മുരിയാട് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത്, OSC സെക്രട്ടറി ജോബി പുല്ലോക്കാരൻ, PTA പ്രസിഡന്റ് ഫ്ലോറൻസ് വിനോദ്, MPTA പ്രസിഡന്റ് രജനി ഷിബു, സ്കൂൾ ലീഡർ മാസ്റ്റർ അതിരത്ത് K, പ്രധാനാധ്യാപിക MP സുബി, സ്റ്റാഫ് പ്രതിനിധി KR രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കിയിരിക്കുന്നത്. ചടങ്ങിൽ പൊതുപ്രവർത്തകനായ ബാബു തുളവത്ത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന ഡിപ്പ് പദ്ധതി ചെമ്പുച്ചിറ GHS സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ K സതീഷ്, പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, SMC ചെയർമാൻ സന്തോഷ് കുന്നുമേൽ, സീനിയർ അധ്യാപിക KP ഗീത എന്നിവർ സംസാരിച്ചു. ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് തനതും പുരാതനവുമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായ നാടൻ ഭക്ഷണ വിഭവങ്ങളുമായി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ മാതൃസമിതി അംഗങ്ങൾ. പുതുതലമുറയ്ക്ക് പരിചിതമില്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് മാതൃസമിതി കർക്കടക ഫുഡ് ഫെസ്റ്റിവലിൽ കൂടുതലായും ഒരുക്കിയിരുന്നത്. ആശാളി ലഡു, ഉലുവ പായസം, കപ്പലണ്ടി ഉണ്ട, കരിനൊച്ചിക്കൂട്ട്, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്, ചെമ്പരത്തി ജ്യൂസ്, വാഴക്കൂമ്പ് കട്ട്ലേറ്റ്, പത്തിലത്തോരൻ, ചങ്ങലം പരണ്ട ചമ്മന്തി, മുക്കുറ്റി മുറുക്ക്, കുടുവനില ചമ്മന്തി, പനിക്കൂർക്ക ചമ്മന്തി, തഴുതാമയില തോരൻ, വാഴക്കൂമ്പ് ബജി, കൂവ ഹൽവ, ചോളം കിണ്ണത്തപ്പം, തൃക്കട ലഡു, ചുക്കുകുറുക്ക്, തുളസിയില രസം, മത്തൻ ചോർ ചമ്മന്തി, മുന്തിരി വൈൻ, കൊള്ളിത്താള് കറി, ഉന്നക്കായ, അമ്മിയാർ ദോശ, സഭാഗരി കിച്ചടി, കുമ്പളങ്ങ അച്ചാർ, മത്തൻ പൂവ് ബജി, വേപ്പിലക്കട്ടി, നവധാന്യ സാലഡ്, റാഗി ഉണ്ട തുടങ്ങി 300ഓളം വ്യത്യസ്ത വിഭവങ്ങൾ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധ ഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്ന് പോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദി കൂടിയായി ഈ കർക്കിടക ഫെസ്റ്റ് മാറി. നാഷണൽ ആയുഷ് മിഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ രാജരാജേശ്വരി TR ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് സന്ദേശം നൽകി. പൂർവ്വ മാതൃസമിതി അംഗം സ്മിത വിശ്വനാഥ്, മാതൃസമിതി അംഗങ്ങളായ വിജിത പ്രഭാകരൻ, ഗീത വേണുഗോപാൽ, മാതൃസമിതി ടീച്ചർ ഇൻചാർജ് ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ U പ്രഭാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ TN രാമൻ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ TR പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തുടർച്ചയായി 2ാം വർഷവും വിതരണം ചെയ്യുന്നു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികൾക്കായി 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ ചാലക്കുടി MP ബെന്നി ബെഹനാൻ, ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, സ്വാമി ഉദിത് ചൈതന്യ, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൊരുമഠത്തിൽ, ഇമാം ഹുസൈൻ ബാഗവി തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും നിയോജക മണ്ഡലം പരിധിയിലെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായാണ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ നൽകിയ പരാതിയിലാണ് കേസ്. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷയെന്ന വലിയ ലക്ഷ്യം ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി.
മലക്കപ്പാറയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിലെ ബേബിയുടെയും രാധികയുടെയും മകൻ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.